ലാലേട്ടൻ വന്നൊരു സാധനം പൊട്ടിച്ചു. ഞാൻ ഈ സീസണിലെ കപ്പ് കൊടുക്കണമെങ്കിൽ ലാലേട്ടന് കൊടുക്കണം. ലാലേട്ടൻ വന്നിട്ട് അനീഷിനോട് മോനെ വാതിൽ തുറക്കും മോനെ ഓപ്പൺ ആവും മോനെ. അനീഷ് മറ്റേ റോബോട്ട് വാതിൽ മോഹൻലാൽ പറഞ്ഞു ഓപ്പൺ ആവാം. ഇങ്ങനെ നോക്കി ഷാനവാസ് വാ പിടിച്ച് ഫ്രണ്ടാക്കി. ഇപ്പം അനീഷ് മറ്റേ ഷാനവാസിന് വേണ്ടി മൗത്ത് പീസായി നടക്കുക. ഷാനവാസിന് വേണ്ടി സംസാരിക്കുന്നുണ്ട്. ഗെയിം വന്നാലും അനീഷ് അതിൽ പെട്ടുപോകും. അനീഷിനെ കൊണ്ട് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഷാനവാസിനെതിരെ അനീഷിന് പോകണമെങ്കിൽ രസം പാടാം. പിന്നെ ഉണ്ടായിരുന്ന ഒരു ചാൻസ് ഈ വീക്കെൻഡിൽ ലാലേട്ടൻ വന്ന് സംസാരിക്കുമ്പോൾ അനീഷ് ഷാനവാസിൻ്റെ ഭാഗം നിൽക്കാതിരിക്കേണ്ട ഒരു അവസ്ഥ വരിക. ഷാനവാസ് ചെയ്തത് തെറ്റാണ് അല്ലെങ്കിൽ ഉണ്ടാക്കിയത് ഒരു ഫേക്ക് സ്റ്റോറി എന്നുള്ളത് അവിടെ പൊളിഞ്ഞു കഴിഞ്ഞാൽ മാത്രമാണ്. അതൊട്ട് സംഭവിച്ചതുമില്ല. മൂപ്പര് മറ്റേ മോട്ടിവേഷൻ ക്ലാസ് എടുത്ത് വിടുകയും ചെയ്തു. അതോടുകൂടി കംപ്ലീറ്റ് അനീഷിനാണ്. അതെ, അത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് അനീഷ് പറഞ്ഞു ചെയ്തു ഷാനവാസിനോട് ലാലേട്ടൻ വരുന്നവരുള്ളൂട്ടാ, ലാലേട്ടൻ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മാറുന്നു, വീക്കെൻഡ് വരെ ഉള്ളൂ. ഇത് ലാസ്റ്റ് എന്തായി വന്ന് പിന്നെയും മച്ചാറിനെ കെട്ടി റിയാസിനെ കൊണ്ട് ടാസ്ക് കളിപ്പിച്ച് ഓർമ്മയില്ലേ? ആ ഫ്രണ്ടാണ് പറഞ്ഞത് ഐ ലവ് യു മൈ ഫ്രണ്ട് ആണ് കെട്ടിപ്പെടുത്തുക. അതോടുകൂടി അനീഷ് വിട്ടു. അത് കൃത്യമായിട്ട് പറയിപ്പിക്കുകയും ചെയ്തു. അത് പറയിപ്പിക്കുകയും ചെയ്തു. ലാലേട്ടൻ വീണ്ടും അത് വീക്കെൻഡ് എപ്പിസോഡിൽ വീണ്ടും പറയിപ്പിച്ചു. ഒന്നുകൂടി പറഞ്ഞെന്ന് പറയുകയും ചെയ്തു. ശരിക്കും അനീഷ് ഒറ്റയാനായി പോയ അനീഷ് ഇപ്പം എന്തായി അറിയോ? മറ്റേ അത് ലാസ്റ്റ് പറയുന്നുണ്ടായിരുന്നല്ലോ, ഇതുവരെ ഒറ്റയ്ക്ക് നിന്നു, പക്ഷെ ഞാൻ ഇപ്പോൾ ലാസ്റ്റ് നോമിനേഷനിൽ പറയുകയും ചെയ്തല്ലോ പെട്ടുപോയി. അങ്ങനെയല്ല. അനീഷിന് ഇനി ഒരിക്കലും പോയിട്ട് ആര്യനോട് പോയിട്ട് കച്ചറുണ്ടാക്കാൻ പറ്റും, അഭിലാഷിനോ നീനോടും പോയി കച്ചറുണ്ടാക്കാൻ പറ്റുമോ? ഗ്രൂപ്പായിട്ട് നിൽക്കുന്ന ആരെടുത്ത് പോയിട്ട് ഞങ്ങൾക്ക് ഒന്നും പറയാൻ പറ്റില്ല.